ഹലോ, നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോവാട്ടോ. ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ 2-ാം തീയതി ആയിരുന്നു, 2-3 ഉത്സവം. അപ്പം ഞാനും അമ്മയും അച്ഛനും ഏട്ടനും മോളുമാണ് പോകുന്നത്. ഏച്ചിക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 2:30 ആ സമയത്താട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛനും അമ്മയും ബാക്കിലിരിക്കുക, ഏട്ടനോട് വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുന്നിലിരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വണ്ടികളെല്ലാം പോകുന്നുണ്ട്. ഭയങ്കര ചൂടായിരുന്നു. 2:30 ശേഷമാണല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ വേഗം എവിടെയും നിർത്താൻ നിന്നില്ല. ചുരത്തിൽ പകുതി എത്തിയപ്പോൾ നമ്മൾ നിർത്തി. കുറ്റിയാടി ചുരത്തിൽ കൂടി നമ്മൾ പോകുന്നത്. ചായ കുടിച്ചു. പിന്നെ ഞാനും അമ്മയും കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു, വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോൾക്ക് മുട്ടായി എല്ലാം വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് മുട്ടായി എല്ലാം ഞാൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടായി എങ്ങനെ എനിക്ക് കാണിച്ച് എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീരക മുട്ടായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറേ നേരമൊന്നും നിൽക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. വേഗം പോയി, ഇരുടാവുമ്പോഴത്തേക്കും എത്തണം. അപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം തിരിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അങ്ങനെ ഏട്ടൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. കാരണം ഏട്ടന് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആവാനുണ്ടായിരുന്നു ചുരത്തിൽ കൂടെ പേടിയെ ഓടിക്കാൻ. അങ്ങനെ പോയി വീട്ടിലെത്തി ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വാ നമുക്ക് പരിപാടി ഉണ്ടാവും, പരിപാടി കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഇതേ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. അച്ഛനും മോളും ബാക്കിൽ വന്നുകൊണ്ട് കേട്ടോ. അവർ കുറേ ചന്തയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കണ്ടിട്ടാണ് വരുന്നത്. ഞാനും അമ്മയും എൻ്റെ അമ്മയും ഏച്ചിയും ഏച്ചീൻ്റെ കുഞ്ഞനും എല്ലാവരും ഉണ്ടായിരുന്നത്. ഫാമിലി ഫുള്ളായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിലേക്ക്. എൻ്റെ അച്ഛനും കൂടെ പിന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതേ കുറച്ച് നേരം അമ്പലത്തിൽ ഗാനമേള എല്ലാം കേട്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നു. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. ഒരു 8:30-9 മണിയൊക്കെ ആയി കേട്ടോ. അമ്പലത്തിൽ പോയി കണ്ടിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് ഫോട്ടോസ് എടുത്തു ചേച്ചീൻ്റെ കൂടെ എല്ലാം നിന്നിട്ട് എൻജോയ് ചെയ്തു നല്ല രീതിക്ക്. പിന്നെ പിറ്റേന്നാണല്ലോ 3-ാം തീയതി ആണല്ലോ താലപ്പൊലിയും വരവും കാര്യങ്ങളെല്ലാം 3-ാം തീയതി ആയിരുന്നു. അങ്ങനെ നല്ല പാട്ടായിരുന്നു കേട്ടോ. അവരെ നല്ല ഗാനമേളയാണ്. പിന്നെ കുറേ പേര് കാണികളായിട്ട് കുറേ പേരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ചന്തയിൽ കയറി അതും ഇതെല്ലാം വാങ്ങി അലഞ്ഞ് തിരിഞ്ഞ് പിന്നെ റോട്ടിൽ കൂടെ നടക്കാൻ നല്ല രസമാണ്. നൈറ്റ് നല്ല വൈബാണ്. ലൈറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാനും മോളും എല്ലാവരും താഴേക്ക് നടക്കുക കേട്ടോ. താഴെ ജയിൻറ്റ് വില്ലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം മക്കൾക്ക് റൈഡ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ചെറിയൊരു മറ്റേ നമ്മളെ ട്രെയിൻ പോലത്തെ ഇതിൽ കയറ്റി ഞങ്ങളത് കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പാർട്ട് 2 ആയിട്ട് വരുമ്പോഴത്തേക്കും നാളെ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും സപ്പോർട്ടും വേണേ നമുക്ക്.